ഇന്ന് ഓണം ആഘോഷിച്ച അതാ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ജപ്തി നോട്ടീസ്. ചപ്പാത്തി ഇത് ചിലപ്പോ പൊട്ടിത്തെറിക്കും. പൊന്നുപോലെ നിന്റെ അമ്മയ്ക്ക് സർപ്പന്തുള്ളന്നെ വരച്ച കളറല്ല, അത് പൂക്കളാണ്. കൈ തന്നെ. ഹലോ ഗൈസ്, ഹാപ്പി ഓണം. നമ്മുടെ ഇക്കൊല്ലത്തെ ഓണവിശേഷങ്ങളും കുറച്ച് ഫണ്ണി മൊമെന്റ്സും ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. വളരെ മഹത്തായ ഒരു കോൺസെപ്റ്റ് ആണ് ഉത്രാടത്തലേന്ന് ഈ ഉറുമ്പൂട്ടലിനുള്ളത്. പ്രകൃതിയിലെ സർവ്വ ചരാചരങ്ങൾക്കും ആഹാരം ലഭിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഉമ്മറ കോലായിൽ സാധാരണ ഉറുമ്പൂട്ടൽ നടത്താറുള്ളത്. അത്ര സൂക്ഷ്മജീവി പോലും ഓണമായിട്ട് പട്ടിണി കിടക്കരുതെന്നാണ് പറയപ്പെടുന്നത്. വേഗമോട് കൈ ചെറുതായിട്ടൊന്ന് പതിഞ്ഞത് കൊളവായിപ്പോയി. കൈ തന്നെ. ഇനി നമുക്ക് മാതേവരെ കൂട്ടാം. വെള്ളം കളിക്ക് മിത്തു. ഇവര് തിരുവനന്തപുരംകാർക്ക് ഈ ചടങ്ങുകളൊന്നുമില്ല, അതുകൊണ്ട് മിത്തുവിന് ഈ കാര്യങ്ങളൊന്നും അധികം പിടുത്തമില്ല കേട്ടോ. നമ്മള് പീഠമെല്ലാം വെച്ച് മിത്തു ഇപ്പം മാതേവരെ വെക്കാൻ വേണ്ടിയിട്ട് കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകമോളാണെങ്കിൽ സൈഡിൽ കൂടെ മോണിക്കാൻ പാട്ടും കേട്ട് ഇവിടെ ഭയങ്കര ചില്ലൗട്ടിങ് ആണ് കേട്ടോ. പണ്ട് തെക്കോട്ടൊക്കെ ഈ ചടങ്ങുകൾ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ പല നാട്ടിലെ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള കസ്റ്റംസ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. ഇപ്പൊ നമ്മൾ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ തന്നെ പല കാര്യങ്ങളിലും പല ലിമിറ്റേഷനും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ഇപ്പം മോളുണ്ട്, അപ്പം മോൾക്ക് ഈ നമ്മുടെ നാടിന്റെ ട്രഡീഷനൊക്കെ ഇപ്പോഴേ അറിയിച്ചു കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതൊക്കെ ചെയ്യാൻ മോൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പൊ ഗൈസ്, ഇനി മിത്തുവിന്റെ കുറച്ച് കോമഡി സീൻസ് കാണാട്ടോ. ചപ്പാത്തി അതെന്തിനാ അത് ചക്കിയ പൊട്ടത്തൊന്നുമില്ല. ഇത് ചിലപ്പോ പൊട്ടിത്തെറിക്കും. ഇല്ല, ബാക്ക് വെച്ച് ഒറ്റടി ചേർത്താ. ആ ബാക്കല്ല, അതിന്റെ ബാക്ക് സ്പീഡിൽ പൊട്ടിക്കുന്നത്. ഞാൻ ചെയ്യണം. എല്ലാ വർഷം പോലെ നീണ്ട 15 മിനിറ്റത്തെ പ്രയത്നത്തിന് ശേഷം മിത്ത് തേങ്ങ പൊട്ടിച്ച് മാതേവർക്ക് നിവേദനം വെച്ചിരിക്കുകയാണ്. ഈ തേങ്ങ പൊട്ടിക്കുന്നതിനും ഒരു ഐതിഹ്യം ഉണ്ട്. ഈ പൊട്ടിച്ച ഹാഫ് ആ കണ്ണുള്ള ഭാഗത്തിന്റെ ആണ് കൂടുതലുണ്ടെങ്കിൽ അവിടെ പുരുഷഭരണമായിരിക്കും ആ വീട്ടിൽ. അത് അല്ലാണ്ട് മറ്റു മറുഭാഗമാണ് കൂടുതലുണ്ടെങ്കിൽ അവിടെ സ്ത്രീ ഭരണമായിരിക്കും ആ വീട്ടിലെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ ഭാഗത്തും ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. പൂജകളെല്ലാം സമർപ്പിച്ചതിന് നേരെ അത്തപ്പൂക്കളത്തിന്റെ പരിപാടിയിലേക്ക് പോവാണ്. ഞങ്ങൾ 3 ആളുടെ പേര് വെച്ചിട്ടുള്ള പൂക്കൾ ഇടാനാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷെങ്കിൽ അത് ഭയങ്കര എഫേർട്ട് ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പൂക്കളും ചെറുതായതുകൊണ്ടും പൂക്കളുടെ ലഭ്യത ഒക്കെ വളരെ കുറവായതുകൊണ്ടും അത് മാറ്റി ഏകമോടെ പേര് മാത്രമാക്കാൻ അവസാനം തീരുമാനം എടുത്തിരിക്കുകയാണ്. അതറിഞ്ഞത് മിത്ത് പിണങ്ങി കേസ്. അവിടെ പേര് മാത്രമേ ഇരുന്നുള്ളൂ. ഇതിൽ എഴുതാൻ പറ്റത്തില്ല. ഞാൻ എന്റെ പേര് വായിച്ചു കളഞ്ഞല്ലോ. മിത്തുവിന്റെ പേര് എഴുതാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അവസാനം അടുത്ത വർഷത്തെ പൂക്കളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. ഇതാണ് നമ്മുടെ പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മുടെ ഓണം ഡെക്കറിന്റെ ഒരു ഫൈനൽ വ്യൂ ആണ്. നിങ്ങൾക്ക് കണ്ടിട്ട് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഇതിനു പുറമെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്ന കുറച്ച് മൊമെന്റ്സ് ആണ് ഗൈസ് ഇത്. മോളോടുള്ള സ്നേഹം മൂത്ത് അവിടെ പേരിലുണ്ടാക്കിയ പൂക്കളും അവളെ തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഏറ്റവും സന്തോഷമായത് മിത്തുവിനാട്ടോ. കാരണം അവിടെ പേര് ആ പൂക്കളത്തിന് ഉണ്ടായിരുന്നില്ലല്ലോ. ഏകദേശം എനിക്ക് സംശയമുണ്ട് ഇത് മിത്തു ഇവളോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്തിനാ നീ എത്ര പൂക്കളും പൊട്ടിച്ചേ? നീയാണോ ഇത് പൊട്ടിച്ചേ? നീ ഇത് കൊളവാക്കിയേ? എന്തിനാ കൊളവാക്കിയേ? നോക്കൂ, ഇച്ചിരി ഉമ്മ വരുമോ? ഐ ലവ് യു പറയോ? ഹാപ്പി ഓണം പറ. അതിനുശേഷം മേഘമോടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ വിട്ടു. നമ്മുടെ ലൊക്കേഷൻ ഷിഫ്റ്റ് ആണ്. നമ്മുടെ ഓണസദ്യയിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടനും ചേച്ചിയും 2-3 ഫ്രണ്ട്സും ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യൂക്രിഷ് ആണ് അവരുടെ ഇടയിലൊക്കെ ഭയങ്കര സ്റ്റാർ അവിടെ. ഈ കടാലിലോട്ട് നോക്കി നിൽക്കുന്നതാണ് മുമ്പ് പറഞ്ഞ നടയിട്ട ഓണം സാരിയിൽ കുറെ റീൽസും ഫോട്ടോസും ഒക്കെ ഒരു ടൈം ക്യാപ്പ് കിട്ടിയപ്പോൾ എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഉറപ്പിക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും. ഏകമൂന്ന് ഔട്ട്ഫിറ്റ് നാട്ടിൽ നിന്ന് പപ്പായും അമ്മയും കൊടുത്തു വിട്ടാട്ടോ. ഈ കൊച്ചു കുട്ടികൾക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. ഈ കാണുന്ന കറിയും കൂട്ടാനൊക്കെ ചേച്ചി തന്നെ വെച്ചുണ്ടാക്കിയാണ്. ഏകദേശം 30 ആൾക്കാർക്കുള്ള സദ്യയാണ് ചേച്ചി ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പ്രാവശ്യം ഓണം തൂക്കിയത് ഫുള്ള് എടുത്തേ വേണം.
കിഡ് സെക്ഷൻ ആണ് ആദ്യം സദ്യ കഴിക്കാനിരുന്നത്. അപ്പൊ നമ്മൾ സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരുന്നപ്പോ തന്നെ ഒരാൾ വിരുദ്ധം ചിക്കൻ, ഇവിടെ ചിക്കൻ. എന്റെ കുർത്തയും മിത്തുവിന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഓൾ ദ വേ ഫ്രം ജയ്പൂർ. ചേട്ടൻ ചേച്ചിയൊക്കെ അവിടെ ട്രിപ്പ് പോയപ്പോൾ നമുക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ അത്. ഇവിടെ നോക്കും ഓണത്തിന്റെ ഇടയ്ക്ക് ഡോണറ്റ് കച്ചവടം. കുട്ടികൾക്ക് പായസം ഒന്നും അധികം താല്പര്യമില്ല, അതുകൊണ്ട് അവർ സ്വീറ്റ് ആയിട്ട് ഡോണറ്റാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഒരാൾ ഉറക്കം എണ്ണീറ്റ് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഡോണറ്റ് കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ ആള്. പാവേഗമോള് അവർക്ക് നമ്മൾ അധികം ഷുഗർ കണ്ടന്റുള്ള സാധനം ഒന്നും കൊടുത്തു തുടങ്ങിയില്ല. മോസ്റ്റ് ഹൈലൈറ്റ് പാർട്ട് ഓഫ് ഇതായിരുന്നു കേട്ടോ. ഒരു ആർപ്പുവിളി ഒന്നും ഇല്ലാണ്ട് എന്താ ഓണാഘോഷമല്ലേ. ചേച്ചി കൃഷ്ണ ആർപ്പുവിളിയുടെ സൗണ്ട് കേട്ട് ഞെട്ടിപ്പോയി. അങ്ങനെ ഓണാഘോഷമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ട്രാജിക് സീനായിരുന്നു. നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ഡോറിൽ ഇതെല്ലാം ഇവിടെ അലങ്കാരങ്ങളൊക്കെ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഒട്ടിച്ചു. ഇതെല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്തൊന്നും അലൗഡ് അല്ല. അതൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായത്, കളറില്ലായിരുന്നു. അപ്പം നമ്മുടെ ചെറിയ ഓണാഘോഷമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താണേ. താങ്ക് യു.